മഴയ്ക്കിടെ നദികളിൽ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നു. വിവിധ നദികളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്നാണ് നിർദ്ദേശം. KSEBയുടെ കീഴിലുള്ള 6 ഡാമുകളിലും റെഡ് അലർട്ട് തുടരുകയാണ്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. സനിസ, പ്രത്യേകിച്ചും ഈ മഴ ഏറിയും കുറഞ്ഞും ഒക്കെ പെയ്യുന്നുണ്ട്. പക്ഷേ നദീതീരത്തുള്ളവർ വലിയ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഇന്നത്തെയും സാഹചര്യം. അപ്പോൾ ഏത് രീതിയിലാണ് മുന്നറിയിപ്പ്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ കനത്തു തുടരുന്ന ഒരു സാഹചര്യത്തിൽ നദികളിലും ഡാമുകളിലും ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യമാണ്. വിവിധ നദികളിൽ ഇന്ന് യെല്ലോ, ഓറഞ്ച് അലർട്ടുകൾ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ പത്തനംതിട്ട അച്ചൻകോവിൽ, കല്ലേലി സ്റ്റേഷനിലെ പന്തളം സ്റ്റേഷൻ ഉള്ള നദിയിലും അതുപോലെ തന്നെ പമ്പ, ആറന്മുള സ്റ്റേഷനിലുള്ള നദിയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യമാണ്. എറണാകുളം മൂവാറ്റുപുഴ നദിയിൽ മൂവാറ്റുപുഴ സ്റ്റേഷൻ, തൊടുപുഴ സ്റ്റേഷൻ ഈ പരിധിയിൽപ്പെടുന്ന നദിയിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. കോട്ടയം മീനച്ചൽ, പാലാ സ്റ്റേഷനിലും പേരാറൂർ സ്റ്റേഷനിലും പെടുന്ന ഭാഗങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ്. മണിമല സ്റ്റേഷനിൽ പെടുന്ന ആ ഭാഗത്തും ഓറഞ്ച് അലർട്ട് തുടരുന്ന സാഹചര്യമാണ്. കൂടാതെ ആലപ്പുഴ, പമ്പ, ഇറപ്പുഴ സ്റ്റേഷനിൽ പെടുന്ന നദിയിലും അച്ചൻകോവിൽ, നാലുകെട്ട് സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന നദിയിലും യെല്ലോ അലർട്ട് തുടരുകയാണ്. എറണാകുളം മൂവാറ്റുപുഴ, കളമ്പൂർ സ്റ്റേഷൻ പരിധിയിൽ യെല്ലോ അലർട്ടാണ്. തൃശൂർ കരുവന്നൂർ സ്റ്റേഷനിൽ യെല്ലോ അലർട്ട് തുടരുന്ന സാഹചര്യമാണ്. ഇത്തരത്തിൽ നദികളിൽ വലിയ തോതിൽ ജലം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ നദികൾ മുറിച്ചു കടക്കാൻ പാടില്ല, നദികളിൽ ഇറങ്ങാൻ പാടില്ല. നദികൾക്ക് അരികിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണം. കൂടാതെ തന്നെ അവിടെ നിന്ന് വീടുകളിൽ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അധികൃതരെ അറിയിച്ച് എത്രയും പെട്ടെന്ന് മാറി താമസിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ വരുന്നത്. സ്വാതി, കൂടാതെ തന്നെ ഈ ഡാമുകളിലും വലിയ രീതിയിൽ KSEBയുടെയും ജലസേചന വകുപ്പിന്റെയും കീഴിലുള്ള ഡാമുകളിലും വലിയ രീതിയിൽ ജലം ഉയരുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ മൂഴിയാർ ഡാം, പത്തനംതിട്ടയിലെ മൂഴിയാർ ഡാമിൽ ഇപ്പോൾ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. 1.00 ഘനമീറ്റർ വെള്ളമാണ് ഒഴുക്കിവിടുന്നത്. കൂടാതെ ഇടുക്കിയിലെ കല്ലാർകുട്ടിയിൽ 40% കൂടുതൽ വെള്ളം ഉയർന്നതായിട്ടുള്ള വിവരമാണ് ലഭിക്കുന്നത്. അത്തരത്തിൽ 6 ഡാമുകളിലാണ് KSEBയുടെ കീഴിലുള്ള ഡാമുകളിൽ റെഡ് അലർട്ട് തുടരുന്നത്. കൂടാതെ തന്നെ ഈ മലങ്കര ഡാം, മംഗലം ഡാം, നെയ്യാർ ഡാം ജലസേചന വകുപ്പിലുള്ള കീഴിലുള്ള ഡാമുകളിലും അലർട്ടുകൾ തുടരുന്ന സാഹചര്യമാണ്. ഇവിടെ നിന്നൊക്കെ നിശ്ചിത അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. സ്വാതി.